നിവിൻ ബ്രോ. ആ, സർവമായ കണ്ടോ? അത് പറയാനല്ലേ വന്നത്. കിടിലം പടം. നിവിൻ തിരിച്ചു വന്നു. അതിന് ഞാനങ്ങ് പോയില്ലല്ലോ. അല്ല, ഒരു നടന്റെ പടം കാലങ്ങൾക്ക് ശേഷം ഹിറ്റാകുമ്പോൾ സാധാരണ ഞങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അത് നല്ലതാ. ഇതുപോലത്തെ പടങ്ങൾ ചെയ്താൽ പോരെ എപ്പോഴും. എപ്പോഴും ഇങ്ങനെ സേഫ് സോൺ പടങ്ങൾ മാത്രം പോരല്ലോ, ഇടയ്ക്ക് എക്സ്പെരിമെന്റ് പടങ്ങളും വേണ്ടേ? ആ, അതും ശരിയേ. ആ, പക്ഷെ പടങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ പറയുന്നത്. അല്ല, അത് പിന്നെ ഒന്നും പറയണ്ട. സത്യം പറയാമല്ലോ, നിവിൻ്റെ ഇതുപോലെ ഒരു കിടിലം പടം ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു. അത് പിന്നെ എനിക്കറിയില്ലേ, എൻ്റെ ഒരു നല്ല പടം എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് നിങ്ങളാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി വിനീതുമായിട്ടൊരു പടം ചെയ്തുകൂടെന്നല്ലേ? ഏയ് അല്ല, ബോസ് ആൻഡ് ഗോഡ് OTT ആണോ? അയ്യോ, അതല്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ സേഫ് സോൺ പടങ്ങൾ മാത്രം ചെയ്യാതെ ഇടയ്ക്കൊക്കെ എക്സ്പെരിമെന്റ് പടങ്ങളും ചെയ്യണം കേട്ടോ, എന്നാലേ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റും. സർവം നിവിൻ. അതെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നിവിൻ എന്ന നടൻ അല്ലെങ്കിൽ നിവിൻ എന്ന് പറയുന്ന സ്റ്റാറിൻ്റെ തിരിച്ചുവരവിനെ പറ്റിയാണ്. ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ സർവം മായ എന്ന് പറയുന്ന നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രം കണ്ടിരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഫീൽ ഗുഡ് പടം. ഞാൻ യൂഷ്വലി റിവ്യൂസ് അങ്ങനെ ഇടാറില്ല. എനിക്ക് പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് മാത്രമേ പറയാറുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി നിവിൻ അജു കോംബോ കുറേ നാൾക്ക് ശേഷം ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഇതിലും. പക്ഷെ അതോടൊപ്പം എനിക്ക് പറയേണ്ട ഒരാളുടെ പേരാണ് റിയ ഷിബു. പുള്ളിക്കാരി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോണ്ടൻറ് ക്രിയേറ്ററാണ്. പുള്ളിക്കാരിയുടെ ഒരു ട്രാൻസിഷൻസിലൊക്കെ ഞാനൊരു ഫാനാണ്. ഭയങ്കര 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 ഈസി ആയിട്ടാണ് എന്താ പറയുക, ഒരു ട്രാൻസിഷൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മൊബൈലിലൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഒരു ടെക്നിക്കൽ ക്രൂ ഒക്കെ വെച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല, പുള്ളിക്കാരി ഒറ്റയ്ക്കായിരിക്കും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫാനാണ് തുടക്കം മുതലേ. ഞാനൊരു കണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പടം കണ്ടതോടുകൂടി പുള്ളിക്കാരി ഒരു ആക്ടർ. എനിക്ക് ഒരു പോയിന്റിൽ ഒരു കമ്പാരിസൺ ആകാൻ സാധ്യതയുണ്ട്, എന്നാൽ പോലും ഞാൻ പറയുകയാണ്, എനിക്ക് പഴയ ഒരു വിൻറ്റേജ് നമ്മുടെ നസ്രിയയുടെ ഒരു വൈബ് അവിടെ എവിടെയായിട്ടൊക്കെ അടിച്ചു. നിവിൻ പോളിയുടെ ഒരു കോംബോ എന്ന് പറയുന്നത് ഒരു നസ്രിയാണ്. ഒരു കോമഡി അല്ല, എന്നാൽ പോലെ ഒരു പെയർ ഓൺ സ്ക്രീനിൽ ഭയങ്കരമായിട്ട് നിവിന് വർക്കൗട്ടായ ഭയങ്കര സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു പെയറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ റിയ ഷിബു ഭയങ്കരമായിട്ട് മിന്നിയിട്ടുണ്ട്. കിടിലനാണ്. സോ അതിൻ്റെ അപ്പുറത്തോട്ട് കിടിലൻ പടമാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ ഫാമിലിയോടൊപ്പം തന്നെ. ഒരു ഹൊറർ ജോണറാണ്, എന്നാൽ പോലും നമുക്കങ്ങനെ ഹൊററാണെന്നും പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കേണ്ട ഒരു സാധനം. ഞാൻ പേഴ്സണലി ഹൊറർ പടങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എസ്പെഷ്യലി തിയേറ്ററിലാണെങ്കിൽ ഒട്ടും ആ വഴിക്ക് പോകാത്ത ഒരാളാണ്. എന്നാൽ പോലും ഞാനത് പോയി കണ്ടു എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോകാൻ ശ്രമിക്കുക, തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിവിൻ എന്ന നടൻ്റെ തിരിച്ചുവരവാണ്. അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല. അദ്ദേഹം തിരിച്ചു വന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. കാര്യം ആ ഒരു സെൻറ്റൻസ് തന്നെ തിരിച്ചു വരിക, കംബാക്ക് എന്നൊക്കെയുള്ളൊരു, അവരൊക്കെ എവിടെയും പോകുന്നില്ല, അവർ ഇവിടക്കത്തിനുണ്ട്. അവർ ചൂസ് ചെയ്ത ഫേസുകൾ ചിലപ്പോൾ ഒരു സമയത്തൊക്കെ ഇങ്ങനെ പോകാമെന്നുള്ള അവരുടെ ഒരു ഡിസിഷൻ ഒരു ടൈമിൽ ശരിയായി പോയില്ല, അങ്ങനെ ആകാം. അല്ലാതെ അവർ ഇപ്പോൾ ലാലേട്ടനായിക്കോട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ തിരിച്ചു വന്നു, അല്ലെങ്കിൽ ഏത് സ്റ്റാർ ആയാലും കുറേ നാൾ അവരുടെ ഒരു പടങ്ങൾ വിജയിച്ചില്ലെങ്കിൽ നമ്മൾ ഉടനെ ഓക്കെ അവർ പോയി, അവർ ഫീൽഡ് ഔട്ടായി. ഇനി ഒരു പടം ഹിറ്റാകുമ്പോൾ നമ്മൾ പറയുന്നതാണ് എന്താ തിരിച്ചു വന്നു, ഒരു കംബാക്ക് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, അദ്ദേഹം എന്താ കോമഡി കൈകാര്യം ചെയ്യുന്നില്ല. ലാലേട്ടൻ, ഞാൻ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരെ മൊത്തം മാറ്റി നിർത്താണ്. ഇപ്പോൾ ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിനകത്ത്, അദ്ദേഹത്തിന് യങ്സ്റ്റർ എന്ന് പറയുന്ന കൂട്ടത്തിൽ അടിയാണ്. യങ്സ്റ്റേഴ്സിൽ എനിക്ക് ഭയങ്കരമായിട്ട് കോമഡി സീനുകൾ ഭയങ്കര സിമ്പിളായിട്ട്, അല്ലാതെ ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്യുന്ന പോലും, അല്ലെങ്കിൽ കോമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോമഡി പറയുന്ന അങ്ങനെ തോന്നിയിട്ടുള്ള ആളല്ല. ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ഈസായിട്ട് പുള്ളി കോമഡി കൈകാര്യം ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ ഹിറ്റായിട്ടുള്ള കോമഡി ഇതായിട്ടുള്ള ജോണറുകളെല്ലാം നോക്കിയാൽ മതി. ഭയങ്കര വടക്കൻ സെൽഫിയിലൊക്കെ പുള്ളി പറയുന്ന ചില മോഡുലേഷൻസ് ആയിക്കോട്ടെ, ചില ഡയലോഗ് നോർമലി പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ഫൺ കൊണ്ടുവരും. അത് നിവിൻ പോളിയിലാണ് ഞാൻ യങ്സ്റ്റേഴ്സിൽ എസ്പെഷ്യലി കണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ടാലൻറ്റഡാണ്, എന്നാൽ പോലും ഇദ്ദേഹം ചെയ്യുന്ന പോലെ ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലാലേട്ടനൊക്കെ ഒരു സമയത്ത്, പണ്ടത്തെ ലാലേട്ടനൊക്കെ ചെയ്യുന്ന ഒരു വിൻറ്റേജ് പരിപാടിയുണ്ട്. അതായത് ചില എക്സ്പ്രഷൻസ് ഭയങ്കര സട്ടിലായിട്ടൊക്കെയുള്ള എക്സ്പ്രഷൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ചെറിയൊരു ഡയലോഗ് പറയുന്ന സമയത്ത് അത് നിവിൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അത് വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട്, അത് ഭയങ്കര ഇതാണ്. ആ ഒരു സാധനമാണ് നിവിൻ്റെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. അതോടൊപ്പം അദ്ദേഹത്തിന് ആക്ഷൻ സിനിമകളും അങ്ങനത്തെ ഒരു മാസ് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റും. പ്രേമം, ഓഫ് കോഴ്സ്, പ്രേമം എന്ന് പറയുന്ന സിനിമ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു മാസ് പരിപാടി നിവിനെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ കാറ്റഗറി നിവിനെ കൊണ്ട് പറ്റും. അദ്ദേഹത്തിൻ്റെ
സ്ട്രക്ചറിങ് അങ്ങനെയാണ്. അദ്ദേഹത്തിന് അങ്ങനത്തെ സിനിമകൾ പറ്റും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സേഫ് സോൺ എന്ന് പറയുന്നത്. പക്ഷേ റീസെൻ്റ്ലി എന്ന് പറയാൻ പറ്റില്ല. കുറേ നാളായിട്ട് അദ്ദേഹത്തിന് ഒരു വലിയൊരു തുടക്കകാലത്ത് തന്നെ അദ്ദേഹം വലിയ വലിയ ബ്ലോക്ക് ബസ്റ്ററുകൾ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ പടങ്ങളോട് പോലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ബോക്സ് ഓഫീസിലാണ് ഞാൻ പറയുന്നത്. ബോക്സ് ഓഫീസിൽ അത്രയും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകൾ വന്ന ഒരു ഭയങ്കരമായ വലിയൊരു ക്രൗഡ് പുള്ളറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള യങ്സ്റ്റേഴ്സിൽ എനിക്ക് ഭയങ്കര ക്രൗഡ് പുള്ളേഴ്സായിട്ട് തോന്നിയിട്ടുള്ള 2 പേരെന്ന് വെച്ചാൽ ഒന്ന് നിവിൻ ആൻഡ് DQ ആണ്. ഇവർ 2 പേരുമാണ് ഒരു ഭയങ്കരമായ സ്റ്റാർഡം. ഇപ്പം ഒരു വിജയ് പടം വരുമ്പോൾ ആ ഒരു നമുക്കൊരു ഓക്കെ ഇനീഷ്യലാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഡേയിൽ ഉണ്ടാകുന്നൊരു ഓളം അത് ഭയങ്കര ഇതാണ്. പിന്നെ ആ സിനിമ എങ്ങനെയാണെന്ന് ഒരു നോർമൽ ഓഡിയൻസിലേക്ക് പോകുമ്പോഴാണ് വിജയവും പരാജയമൊക്കെ വരുന്നത്. പക്ഷേ എന്നാൽ പോലും ഒരു നോർമൽ ഒരു ആവറേജ് പരിപാടിയെ പോലും ഇവരുടെ ഒരു ഇതുകൊണ്ട് ഒരു ടൈമിൽ നിവിനൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് വെച്ചാൽ അങ്ങനത്തെ സാധനങ്ങളാണ്. പക്ഷേ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വേറൊരു ട്രാക്കിലേക്ക് മാറി. അത് പക്ഷേ അത്രത്തോളം അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. എന്നാൽ പോലും കിടിലൻ സിനിമകൾ മൂത്തവനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മഹാവീരരായിക്കോട്ടെ അങ്ങനത്തെ എക്സ്പെരിമെൻ്റൽ പടങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ വരാനുള്ള ഒരു സിനിമയുണ്ട്. ഒരു തമിഴിലൊരു സിനിമയുണ്ട്. അങ്ങനത്തെ എക്സ്പെരിമെൻ്റ് പടങ്ങളിലും അദ്ദേഹം ഭാഗമാവുന്നുണ്ട്. പക്ഷേ അത് പ്രേക്ഷകർക്ക് അതൊരു കണക്ഷൻ വന്നിട്ടില്ല. അതൊരു എന്താ പറയുക, ലാലേട്ടനെ പറ്റി ഞാൻ എപ്പോഴും പറയും, ലാലേട്ടൻ്റെ സെയിം സാധനങ്ങൾ, അതായത് മുണ്ട് മടക്കുന്നതും മീശ വിരിക്കുന്നതും അദ്ദേഹം ഡയലോഗ് പറയുന്നതും ഈ സെയിം കാര്യം ഒരു 100 പടത്തിൽ ഇനിയും വന്നാലും ആളുകൾ അത് വിജയിപ്പിക്കും. പക്ഷേ ലാലേട്ടനെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഇതിലാണ് ഒരു പുതിയൊരു വേറൊരു ഇപ്പം മമ്മൂക്കയൊക്കെ ചെയ്യുന്ന പോലെ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു ഗെറ്റപ്പിലോ അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു കഥയിലോ അദ്ദേഹം വരുമ്പോൾ ഈവൻ അത് ഭയങ്കര സംഭവമായിട്ടുള്ളൊരു സിനിമ അല്ലെങ്കിൽ ആണെങ്കിൽ പോലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പം മമ്മൂക്കയ്ക്കൊക്കെ അദ്ദേഹം എങ്ങനെ ഏത് റോൾ ഇപ്പോൾ വില്ലനാവുന്നു, ഇപ്പം എന്ത് ടൈപ്പ് റോൾ എടുത്താലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ നിവിനും ഈ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ നിവിൻ്റെ കുറച്ച് ഈ പറയുന്ന കാറ്റഗറി അല്ല വിട്ടെന്തെങ്കിലും ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ അത് അക്സെപ്റ്റ് അതൊരു ശാപമാണ്. ഒരേ സമയം സെയിം കാര്യം തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും, അത് തന്നെ മതി ആൾക്കാർക്കെന്നുള്ളൊരു സാധനമുണ്ട്. ലാലേട്ടൻ ഇപ്പം തുടരുമെന്ന് പറയുന്ന സിനിമ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ മറ്റ് സിനിമകളുമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു സാധനം തന്നെയാണ് തുടരുമെന്ന് പറയുന്ന സിനിമ. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ വേറൊരു വേർഷൻ ഓഫ് നമ്മളെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ലാലേട്ടനെ കണ്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ലാലേട്ടൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ള ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അടിയിടുന്ന, പോലീസുകാരെ എടുത്തിട്ട് അടിക്കുന്ന ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എന്നാൽ ഭയങ്കര നിഷ്കളങ്കനായിട്ടൊരു മനുഷ്യനെ നമ്മൾ ഒരുപാട് ഇപ്പം ഈവൻ പൊലിമുരുകനാണെങ്കിൽ പോലും അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ തുടരും വന്നപ്പോൾ നമ്മളതും ഇഷ്ടപ്പെട്ടു. അത് ലാലേട്ടൻ്റെ ഒരു ഭാഗ്യമാണ്. അതേ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് നിവിനും. നിവിൻ്റെ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നിവിനുണ്ട്. ഭയങ്കര ഫണ്ണായിട്ടുള്ള ബോയ് ടു നെക്സ്റ്റ് ഡോർ നമുക്ക് തോന്നുന്ന ടൈപ്പ് റോളുകളൊക്കെ ചെയ്യുന്ന ഒരു നിവിൻ. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ വരുമ്പോൾ ഓക്കെ നമ്മൾ അക്സെപ്റ്റ്, അതിപ്പോൾ നല്ല സിനിമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ബോക്സ് ഓഫീസ് ആണല്ലോ. ഒരു സിനിമ എന്ന് പറയുമ്പോൾ കല, എൻ്റർടൈൻമെൻറ്റ്, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. ആ ഒരു ബിസിനസ്സിൽ അത് സക്സസ് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ സിനിമ എന്തൊക്കെ അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും ആസ് എൻ ആക്ടർ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രേക്ഷകനത് ഒരു പടം എല്ലാ ആൾക്കാരും കണ്ട് ഇഷ്ടപ്പെട്ട് അതിനൊരു വലിയൊരു കളക്ഷൻ നേടുമ്പോൾ മാത്രമാണ് നമ്മളതൊരു ഓക്കെ ഒരു നല്ല പടമാണെന്ന് പറയുന്നത്. അല്ലാതെ ഒരു മെജോറിറ്റിക്ക് ഇഷ്ടപ്പെടണം അത്, എന്നാൽ മാത്രമേ നമുക്ക് നല്ല പടമായിട്ട് നമ്മൾ അംഗീകരിക്കൂ. അപ്പം അങ്ങനത്തെ സിനിമകളുടെ ഭാഗം അദ്ദേഹം കുറച്ച് നാളായിട്ട് എസ്പെഷ്യലി സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ അദ്ദേഹത്തിൻ്റെ കാറ്റഗറിയിൽ എന്തുകൊണ്ടത് ചെയ്തു, അദ്ദേഹം ആ ഒരു ട്രാക്ക് മാറി ഇത്രയും ഭയങ്കര ഒരു വിന്നിങ് സ്ട്രീക്ക് ചെയ്യുന്ന ഒരാൾ പെട്ടെന്നൊരു ഡൗൺഫോൾ പോലെ വന്നു, ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ വരുന്നു. അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കര ബോഡി ഷെയ്മിങ് വരുന്നു. ഇങ്ങനെയാണോ നിവിൻ എന്നൊക്കെ പറയുന്ന ഒരു ഇതിലേക്ക് മാറുന്നു. അതിൻ്റെ ഒരു മെയിൻ കാരണം അദ്ദേഹം തന്നെ റീസെൻ്റ്ലി ഉള്ളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സ് കാറ്റഗറിയാണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞിരുന്നു, എടാ ഇങ്ങനത്തെ സിനിമകൾ എപ്പോഴും നീ സേഫ് സോൺ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടുള്ള സിനിമകൾ ചെയ്യാതെ എന്തെങ്കിലും എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യണം, എന്നാലും ഒരു ആസ് എൻ ആക്ടർ നിനക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം അദ്ദേഹത്തിനും ആ ഒരു ശരിയാണ്, ഒരു ആക്ടർ എന്ന രീതിയിൽ പുതിയ ക്യാരക്ടേഴ്സ് വരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് അറിയാം. അപ്പോൾ ആ സ്ട്രെങ്ത് വെച്ചിട്ടായിരിക്കും അവർ കഥ എഴുതുന്നത്. സോ അതിൽ നിന്ന് മാറി വേറൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ചെയ്യുമ്പോൾ അതെങ്ങനെ വേണം എന്നൊരു രീതിയിലേക്ക് മാറി ഒന്ന് ചിന്തിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹം അത് ചെയ്തു നോക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് വർക്കൗട്ടായില്ല. പ്രേക്ഷകരത് ഒരു പരിധിക്കപ്പുറത്തോട്ട് അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ടില്ല. വീണ്ടും പക്ഷേ ഈ ഒരു പടം വന്നപ്പോഴത്തേക്ക് ആ ഒരു വിൻറ്റേജ് പരിപാടിയുണ്ട്. ഒരു കോമഡിയൊക്കെ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. കോമഡി ചെയ്യുന്നതിൽ നിവിൻ എസ്പെഷ്യലി ടൈം അത് ഭയങ്കരമായിട്ട് ഇപ്പം നമ്മളൊരു സ്കിറ്റൊക്കെ കാണുന്ന ഒരു ടി വിയിൽ കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കോമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരും. പക്ഷേ ഇതങ്ങനെയല്ല. കോമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോമഡി ഇല്ല. ആ ഒരു സിറ്റുവേഷനിൽ ആ കോമഡി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, ബോഡി ലാംഗ്വേജ് കൊണ്ടും അല്ലെങ്കിൽ ഒരു ടൈമിങ് കൊണ്ടും എന്താണ് പറയുന്നത്, ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത് കൊണ്ടൊക്കെ നമുക്കിവിടെ കോമഡി കൊണ്ടുവരികയാണ് അദ്ദേഹം. അങ്ങനത്തെ കോമഡിക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് പൊട്ടിച്ചിരിക്കുന്ന സെറ്റപ്പൊന്നും വരില്ല. പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിരി നമ്മുടെ മുഖത്തുണ്ടാകും. ആ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നിവിൻ വളരെ സിമ്പിളായിട്ട് ചെയ്യും. ആ ഒരു കാര്യത്തിലാണ് നമ്മൾ നിവിൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇപ്പം ആഘോഷിക്കുന്ന നിവിൻ പോളി ഈസ് ബാക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നത്. പക്ഷേ അദ്ദേഹം സേഫ് സോണിൽ തന്നെയാണ് പിന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു വിജയം വന്നത്. അദ്ദേഹം പുതിയ ഇങ്ങനത്തെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പിന്നോട്ട് പിന്നെ ഇത് വലിക്കാൻ ഒരു ഇതുണ്ടാവും. എന്നാൽ പോലും നിവിൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർ, അല്ലെങ്കിൽ നിവിൻ എന്ന് പറയുന്ന നടൻ, അതൊരിക്കലും എവിടെയും പോകില്ല. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാവും. ഭയങ്കര ഇപ്പം നമ്മൾ ഈ റിപ്പീറ്റ് വാല്യൂ, ഇത് പഴയ പടങ്ങൾക്കൊക്കെ ഉള്ളൊരു റിപ്പീറ്റ് വാല്യൂ ഇപ്പോഴത്തെ ഇപ്പം ഭയങ്കര ഹിറ്റായൊരു പടമാണെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ടി വി വരുവാണെങ്കിൽ പോലും ഒക്കെ ചില മൊമെൻറ്റ്സൊക്കെ നമ്മൾ കാണുമായിരിക്കും. പക്ഷേ പണ്ടത്തെയൊക്കെ ഒരു പടം നമ്മളിപ്പം ടി വി കണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു ചാനൽ മാറ്റുന്ന സമയത്ത് ഒരു സിനിമയിൽ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഇരുന്ന് കണ്ടുപോകും. അതാണ് റിപ്പീറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അത് നിവിൻ്റെ പഴയ പടങ്ങൾക്കല്ല. നിവിൻ പഴയെന്ന് പറയുന്നത് ഒരുപാട് നാൾ മുമ്പത്തെ അല്ല, എന്നാൽ പോലും നിവിൻ്റെ പടങ്ങൾക്ക് ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ആയിക്കോട്ടെ, ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള, അങ്ങനത്തെ ആ സിനിമ ആയിക്കോട്ടെ, വടക്കൻ സെൽഫിയുടെയൊക്കെ നിവിനും അജുവും കൂടെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഭാഗം കണ്ടാലും നമുക്കത് കാണാൻ തോന്നും. അതെന്ന് വെച്ചാൽ ഭയങ്കര സംഭവമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റും അങ്ങനെയൊന്നും അല്ല. എന്നാൽ അവരുടെ പെർഫോമൻസ് കൊണ്ടും ആ ഒരു കോമഡി കൊണ്ടും കോമിക് ടൈമിങ് കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ആ സിനിമ ഇഷ്ടമാകുന്നത്. ലാഡായിക്കോട്ടെ, ലാസ്റ്റ് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഭയങ്കര വിജയമായെന്ന് പറയപ്പെടുന്നൊരു പടം 2019 വന്ന ലാഡ് എന്ന് പറയുന്ന ലവ് ആക്ഷൻ ഡ്രാമയാണ്. സോ അതിലും ഇവരുടെ ഒരു കോംബോ ഉണ്ട്. അതും നിവിൻ്റെ ഇപ്പം എന്താ പറയുക, നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം, അതും ഭയങ്കര ഹിറ്റായ പടമൊന്നുമല്ല. ഹിറ്റാണ്, എന്നാലും ഭയങ്കര ഇപ്പോൾ പ്രേമമൊക്കെ കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഒരു നോർമൽ, അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നോർമൽ ഹിറ്റായിരുന്നു. പക്ഷേ അതിനകത്ത് പോലും അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് നമുക്ക് റിപ്പീറ്റ്ലി കാണാൻ നമുക്ക് തോന്നും. പക്ഷെ ആ ഒരു നിവിനെ നമുക്കൊരു പോയിന്റിൽ മിസ്സായി. അദ്ദേഹം കുറച്ച് എക്സ്പെരിമെൻ്റൽ കളി കളിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അത് പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ആയില്ല. ആസ് എൻ ആക്ടർ അദ്ദേഹം കുറേ കൂടെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് കിട്ടി. അതൊക്കെ വെച്ചിട്ട് പുതിയ സിനിമകൾ അദ്ദേഹം നല്ലതായിട്ട് ചെയ്യട്ടെ. എന്നാൽ പോലും അദ്ദേഹം ഭയങ്കരമായിട്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾ ലാലേട്ടൻ്റെ പടങ്ങൾ ഇപ്പോൾ ഒരു 10 പടം അല്ലെങ്കിൽ 20 പടം അടുപ്പിച്ച് ബോക്സ് ഓഫീസിൽ വിജയം അല്ലെങ്കിൽ പോലും നമുക്ക് ഒരു 11ാമത്തെ അല്ലെങ്കിൽ 21ാമത്തെ പടം ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വിജയം അദ്ദേഹത്തിന് അനിവാര്യമാണെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അതേ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണ് നിവിനും. നമുക്ക് എല്ലാ ആൾക്കാർക്കും നിവിനെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുപോലൊരു വലിയൊരു വിജയം പറയുന്ന പോലെ ഇപ്പോഴത്തെ കാറ്റഗറി പ്രകാരം 100 കോടി, ഇപ്പോൾ നമ്മൾ ഒരു പടം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ഒരു ചാനൽ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് 100 കോടി അടിക്കുമെന്ന്. 100 കോടി അടിക്കുന്നതുകൊണ്ട് പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. അത് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമുള്ളതാണ്. പ്രേക്ഷകരെ സംബന്ധിച്ച് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സിനിമ കാണുക, നമ്മൾ കൊടുത്ത രൂപയ്ക്കുള്ള വർത്താണോ ആ സിനിമ എന്ന് മാത്രം കൊടുക്കുന്ന സിനിമകൾ നൽകുന്ന ഒരാൾ, അത് നിവിൻ അങ്ങനെ ആയിരുന്നു. ഭയങ്കര നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു. ഒരു സമയത്ത് ബോക്സ് ഓഫീസിലായിക്കോട്ടെ, ഇപ്പം നമുക്ക് അങ്ങനെ കാറ്റഗറി ചെയ്യാൻ പറ്റുവാണെങ്കിൽ DQ ആയിക്കോട്ടെ, ടൊവിനോ ആയിക്കോട്ടെ, അപ്പോൾ ബേസിൽ പോലും ഒരുപാട് വലിയ സിനിമകളുടെ ഭാഗമായി. അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര കത്തി നിന്നൊരു നിവിൻ പെട്ടെന്ന് നമ്മുടെ ഫ്രെയിമിൽ നിന്ന് പോയതുപോലെയാണ്. പക്ഷെ എല്ലാ ആൾക്കാർക്കും നിവിൻ തിരിച്ചു വരണമെന്ന് ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് തിരിച്ചു വരണം ഇൻ ദ സെൻസ്, ഞാൻ പറഞ്ഞു തന്നെ തിരിച്ചും പറയാണ്, അദ്ദേഹം ഇവിടെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ കാണണമെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് പിന്നെ അദ്ദേഹം ചെയ്യണം, ആ റോളുകൾ അദ്ദേഹം ചെയ്യണം. അതാണ് തിരിച്ചു വരവുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ്. ഒരു സേഫ് സോണിൽ അദ്ദേഹം വന്നു. ഇനി നല്ല സിനിമകൾ, ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സേഫ് സോൺ തന്നെ പിടിച്ചാലും മതി. നമുക്ക് ഈ കണ്ട നിവിനെ തന്നെ നമുക്ക് പിന്നെയും കണ്ടാലും അതൊരു അനുഗ്രഹം കൂടെ ആയിരിക്കും. എന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്താൽ പോലും സെയിം പരിപാടിയാണ്, എന്നാൽ പോലും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ ഇത് തന്നെ ചെയ്തോളൂ. ഈ പറയുന്ന പോലെ കീറി മുറിച്ച് സിനിമയുടെ ഈ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് ഈ ഒരു സിനിമയിൽ ഇട്ടേക്കുന്നത്. അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഒരു സിനിമ, ഒരു സിംഗിൾ സിനിമ കാണുമ്പോൾ നമുക്ക് നമ്മളൊരു എൻജോയ് ചെയ്യുന്ന ഒരു സിനിമ നൽകുന്ന ഒരു നിവിൻ, ഒരു എൻ്റർടൈനർ.
സോ നല്ലൊരു കിടിലൻ സിനിമ. അതുപോലെ തന്നെ നിവിൻ ഒരു മച്ച് ഡിസേർവിങ് ആയിട്ടുള്ളൊരു ഹിറ്റ്, ഏറ്റവും വലിയൊരു വിജയം, അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു വിജയമാകട്ടെ എന്ന് കൂടെ ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ ആ ഒരു സിനിമ. എൻ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ, അഖിൽ സത്യൻ, അദ്ദേഹത്തിനെയും കൂടെ എടുത്തു പറയണം. ഈ ഒരു സിനിമയുടെ കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ സ്ട്രെങ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഇത് പറ്റുമെന്ന് നമ്മളൊക്കെ കൂടുതൽ അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ഒരു നല്ലൊരു കൂട്ടുകാരൻ. സോ അദ്ദേഹം അങ്ങനെ ചെയ്തത് നിവിന് വേണ്ടിയിട്ട് വിനീത് ശ്രീനിവാസനൊക്കെ ചെയ്യുന്ന പോലൊരു പരിപാടിയാണ് അദ്ദേഹം ചെയ്തത്. അത് പക്ഷേ നല്ല ഭയങ്കര നമ്മൾ കണ്ടിട്ടില്ലാത്ത വേറെ ലെവൽ കഥ, ട്വിസ്റ്റ് അങ്ങനെയൊന്നും അല്ല. നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുന്ന ഒരു 2.5 മണിക്കൂർ 2.25 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ നൽകി എൻ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ആൻഡ് നിവിൻ പോളി. അപ്പോൾ ബ്രോ ഇതുപോലെ നല്ല നല്ല സിനിമകളായിട്ട് പിന്നെയും വരിക. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം.